ഇന്ന് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. 196 റൺസ് ഇന്ത്യ അടിച്ചുകൂട്ടി. സെക്കൻഡ് ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ റൺസ് മറികടക്കാൻ സാധിച്ചില്ല. ഇന്നത്തെ മാച്ചിൽ എടുത്തു പറയേണ്ടത് ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സാണ്. 50 താരം അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി ജയിച്ച് ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇപ്പോഴത്തെ പ്ലേയിങ് 11 മികച്ചതാണ്. ഇന്ന് ഇന്ത്യൻ ടീം നല്ല പ്രകടനമാണ് പുറത്തെടുത്തത്. സൂര്യ മാത്രമാണ് ഫ്ലോപ്പായത്. ബാക്കി എല്ലാ താരങ്ങളും ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അവസരം കിട്ടാത്ത ഒരുപാട് താരങ്ങൾ സൈഡ് ബെഞ്ചിലുണ്ട്. അതിലെ പ്രധാന താരങ്ങളാണ് സഞ്ജുവും ജയ്സ്വാളും. അവർക്ക് ഒരു മാച്ചിലെങ്കിലും ഈ വേൾഡ് കപ്പിൽ അവസരം കൊടുക്കും. ഞങ്ങളിപ്പോൾ 2 മാച്ച് ജയിച്ചു കഴിഞ്ഞു. സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയയുമായിട്ടുള്ള മാച്ചിൽ അവസരം കിട്ടാത്തവർക്ക് അവസരം കൊടുക്കും. പ്രധാനമായും സഞ്ജുവിന് അവസരം കൊടുക്കും. അവൻ മികച്ചൊരു പ്രതിഭയുള്ള കളിക്കാരനാണ്. ബംഗ്ലാദേശുമായിട്ട് ഇത്രയും ഈസിയായിട്ട് കളി ജയിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പാണ്ഡ്യയ്ക്കാണ്. അവനാണിന്ന് മികച്ച കളി പുറത്തെടുത്തത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് ഇന്ന് ലഭിച്ചത്. വരുന്ന മത്സരങ്ങളിലും ടീം ഇന്ത്യ ഇതേ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. വേൾഡ് കപ്പിൽ സഞ്ജുവിനെ എടുത്തു. ഒരു മാച്ചിൽ പോലും സഞ്ജുവിനെ കളിപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ടീമിൽ എടുത്തതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. എപ്പോഴും BCCI ചെയ്യുന്നത് ഇങ്ങനെയാണ്: സഞ്ജുവിനെ ടീമിലെടുക്കും, പിന്നീട് സഞ്ജു സൈഡ് ബെഞ്ചിലിരിക്കും. ഇതിനൊരു അറുതി വരുത്തണമെന്നാണ് ആരാധകർ പറയുന്നത്. ഒരു മാച്ചിലെങ്കിലും സഞ്ജുവിനെ അവസരം കൊടുക്കുക. സഞ്ജു കളിച്ചില്ലെങ്കിൽ മാറ്റി നിർത്തൂ. ശിവൻ ദുബെ ഒരുപാട് മാച്ചിൽ ഫ്ലോപ്പായിട്ടുണ്ട്. എന്നിട്ടും താരത്തിന് അവസരമാണ്. എന്തായാലും ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിനെതിരെ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.